ഹായ് ഹലോ നമസ്കാരം. ഏവർക്കും എന്റെ ചാനലിലേക്കും എന്റെ വീഡിയോയിലേക്കും വീണ്ടും 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 സ്വാഗതം. അങ്ങനെ ദിലീപിന്റെ പടം പിന്നെയും ഇറങ്ങിയിരിക്കുകയാണ്. പവി കെയർടേക്കർ. ജനപ്രിയ നായകൻ ദിലീപ്. ഞാൻ എന്റെ ഒരു വീഡിയോയിലൂടെയും ഒരാളെയും പേര് പറഞ്ഞോ അല്ലെങ്കിൽ ഒന്നും അവഹേളിക്കാറില്ല. ദിലീപിന്റേതായ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിന്റെ പേര് പോയതും അദ്ദേഹം ചെയ്ത കാര്യങ്ങളും അദ്ദേഹം കോടതിയിലൊക്കെ അങ്ങയുടെ പേരിൽ കേസുകളും കാര്യങ്ങളും ഒക്കെ കിടക്കുന്നതാണ്. അതുകൊണ്ട് എനിക്ക് പൊതുവെ കുറെ അദ്ദേഹത്തിന്റെ പടങ്ങൾ നേരിട്ട് റിവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ഇഷ്ടമല്ല പുള്ളിയുടെ പടങ്ങൾ കാണും. ബേസിക്കലി എനിക്ക് മറ്റേ ആ വാർത്തകൾ ഓർമ്മ വരും. ഒരു സ്ത്രീയോട് ചെയ്തതിനെ കുറിച്ച് പുള്ളിയെ പ്രതിയാക്കപ്പെട്ട് അല്ലെങ്കിൽ വിധിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ആരോപണം വിധേയനാണ് പുള്ളി. ഈ റീസെന്റ് ആയിട്ടും പുള്ളിയെ കുറിച്ച് കുറെ വാർത്തകൾ വരുന്നുണ്ട്. പുള്ളി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അങ്ങനെ അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. നമ്മൾ സിനിമ റിവ്യൂ ആണല്ലോ പറയുന്നത്. പക്ഷെ പറയാതിരിക്കാൻ മേല, ഇത് ഡയറക്ടഡ് ബൈ വിനീത് കുമാർ എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച് വേറെ ഏതോ വരുന്നു. പക്ഷെ ക്ലൈമാക്സ് കണ്ടപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹം അതിനകത്ത് അപ്പിയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ നടൻ വിനീത് കുമാർ തന്നെയാണ്. പ്രൊഡ്യൂസ്ഡ് ബൈ ദിലീപാണ്. ദിലീപിന്റെ സമയം ഈ വിനീത് കുമാറിനെ സംവിധായകനാക്കാൻ ദിലീപ് സഹായിച്ചതാണോ, ദിലീപിന്റെ പടം വിജയിക്കാൻ വിനീത് കുമാർ ഇറങ്ങി പുറപ്പെട്ടതാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എനിവേ റിട്ടൺ ബൈ രാജേഷ് രാഘവൻ ആണ് പറയുന്നത്. ഇതിനകത്തൊന്നും പറയാനില്ല. പ്രത്യേകിച്ച് എന്ത് പറയണം. ഒരു 3/4 ഭാഗവും ഈ പടം ലാഗാണ്. ആക്ച്വലി ഞാൻ 12:15 ഷോയ്ക്കാണ് കയറിയത്. 3 മണിക്കാണ് പടം കഴിഞ്ഞത്. എന്താ അവർക്ക് തന്നെ അറിഞ്ഞുകൂടാ. ദിലീപ് ഈ പറഞ്ഞ പോലെ പട്ടിപ്പടങ്ങൾ, അതായത് ഈ ഡോഗ് ഷോസ് കാണിക്കുന്ന ഒരുപാട് പടങ്ങൾ ദിലീപ് ചെയ്യുന്നുണ്ട്. നല്ല പട്ടിക്കുട്ടികളാണ് അതിനകത്തെല്ലാം. അതായത് ഈ പറയുന്ന പോലെ ഡോഗിനെ കാണിക്കുന്ന നായ്ക്കുട്ടികളുടെ പടങ്ങളൊക്കെ അങ്ങനെ നന്നായിട്ട് ഇതിനു മുമ്പും ഒക്കെ ചെയ്തിട്ടുണ്ട്, നമുക്ക് ഇഷ്ടവും ആയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഇദ്ദേഹം അത് കാണിക്കുമ്പോഴേ ഒരു ആവർത്തന വിരസതയേക്കാൾ കൂടുതൽ ഒരു മടുപ്പാണ്. അതായത് ഒരു കഥയില്ലാത്തൊരു മൂവി, ഒരു പടം നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ ജനങ്ങൾ ഇങ്ങനെ വധിക്കല്ലോ. നമ്മൾ കാശ് മുടക്കിയിട്ടാണ് തിയേറ്ററിൽ വന്നിരുന്ന സിനിമ കാണുന്നത്. എന്നെ പോലെ ഒരുപാട് ആൾക്കാർ ഓൺലൈൻ ബുക്ക് ചെയ്ത് നേരിട്ടും ഒക്കെ വന്ന് സിനിമ കാണുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളോട് ചെയ്യുന്ന ഒരു ദ്രോഹമല്ലേ എന്ന് വിചാരിച്ച് ഞാൻ ഇത്രയും എനിക്ക് സത്യത്തിൽ ദേഷ്യം വരുന്നത് എനിക്ക് പടം കണ്ടിട്ട്. എന്താണ് ദിലീപ് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ ദിലീപ് അല്ലെങ്കിൽ വിനീത് കുമാർ ചുമ്മാ പൈസ ഒരുപാടുള്ളതുകൊണ്ട് പടം ഇറക്കിയിട്ട് ജനങ്ങൾ ചുമ്മാ വന്നിരുന്ന് ചൊറിഞ്ഞോട്ടതോ. പിന്നെ ഒരു ഗുണമുണ്ട്, 2 മണിക്കൂർ വന്ന് തിയേറ്റർ AC കൊള്ളാം, അത്രേ ഉള്ളൂ. വെറും വധം പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ദിലീപിന്റെ പഴയ ചെളികൾ പഴയ കുപ്പിയിൽ നിന്ന് പുതിയ കുപ്പിയിലേക്ക് ഇറക്കി ഇച്ചിരി പവർഫുൾ ആയിട്ട് അടിച്ചു. പിന്നെ നായികമാര് അങ്ങനെ പ്രത്യേകിച്ച് നായകന്മാർക്ക് റോളൊന്നും ഇതിനകത്ത് കാണിക്കുന്നില്ല. പിന്നെ ലാസ്റ്റ് ഒക്കെ കുറച്ച് സെന്റിമെന്റ്സ് ഒക്കെ കുത്തിക്കേറ്റിട്ടുണ്ട് അതിനകത്ത്. അത് സ്വാഭാവികമായിട്ടും മനസ്സിൽ വിഷമമുള്ള, മനുഷ്യ ജീവിതം എപ്പോഴും വിഷമം നിറഞ്ഞാണല്ലോ. അപ്പൊ മനസ്സിൽ വിഷമമുള്ള ഏതൊരാൾക്കും അറിയാതെ ഹൃദയം കിനിയുന്ന പ്രേമം, വിരഹം, തേപ്പ്, ഇതൊക്കെ എപ്പോഴും വിഷമം തരുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പൊ അത് ഭംഗിയായിട്ട് കൂട്ടര് അതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ പട്ടി, അതൊന്നും പറയാനില്ല. നമ്മുടെ നായ്ക്കുട്ടി, അവന്റെ പേര് ബ്രോ എന്ന പേരിൽ ഒരു നായ്ക്കുട്ടി അതിനകത്ത് അഭിനയിക്കുന്നുണ്ട്. ദിലീപിന്റെ പടത്തിലെ നായ്ക്കുട്ടികളൊക്കെ ഗംഭീരമാണ്. അത് മാത്രമാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ രസമുള്ള ഒരു സാധനം. അല്ലാതെ കഥയെന്ന് പറഞ്ഞൊരു സാധനം ഇതിനകത്തില്ല. ദിലീപിനെ ഫുൾ ഇന്നാൻഡാസ് ദിലീപ് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ. ഇപ്പൊ മീശമാധവനിൽ നമുക്ക് കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ അതിനകത്ത് ചുമ്മാ വെറുതെ കണ്ടിരിക്കാനാണെങ്കിൽ പോലും കുറെ കാമ്പും കഴമ്പൊക്കെ പാട്ടുകളുണ്ടായിരുന്നു ഇതിനകത്ത്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പാട്ടൊക്കെ ഒരു പാട്ടം കണ്ട് ഇച്ചിരി മെലോഡിയസ് ആയിട്ടുള്ള ഒരു സോങ് അതിനകത്ത് ഉണ്ട്. അല്ലാതെ പ്രത്യേകിച്ചും എനിക്ക് വളരെ നിരാശ തോന്നിയ ഒരു പടം. കാരണം ഇതിലും ഭേദം തങ്കമണി മൂവിയായിരുന്നു. തങ്കമണി മൂവി ഞാൻ നല്ലതെന്ന് പറഞ്ഞിട്ട് കുറെ പേരെടുത്തിട്ട് എന്നെ ചാമ്പി. അതിനകത്ത് ദിലീപാണ് പ്രശ്നം. ദിലീപ് ഒന്നെങ്കിൽ ഇനി ഒരു പ്രൊഡ്യൂസർ ആകുന്നതായിരിക്കും നല്ലത്. നല്ല നല്ല പടങ്ങൾക്ക് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണം മിസ്റ്റർ ദിലീപ്. അതല്ലാതെ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് നിങ്ങൾ അഭിനയിച്ച് ജനങ്ങൾ മടുത്തു. എനിക്ക് മടുത്തു. അസേ പ്രേക്ഷക എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. നമ്മൾ നിങ്ങളുടെ മുൻപത്തെ പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, ഇപ്പോഴത്തെ പടങ്ങളും കാണാറുണ്ട്. അതുകൊണ്ട് പറയാണ്, ഇപ്പൊ ആ തങ്കമണി മൂവിൽ നിങ്ങളുടെ പാട്ടായിരുന്നു ബോറായിട്ടുണ്ടായിരുന്നത്, ബാക്കിയൊക്കെ ഓക്കെ ആയിരുന്നു. കാരണം ട്രൂ സ്റ്റോറി ഒക്കെ നന്നായി ചെയ്തു. പക്ഷെ കെയർടേക്കർ പവിയിലും നിങ്ങളാണ് പ്രൊഡ്യൂസ് ചെയ്ത് അഭിനയിക്കുന്നത്. നിങ്ങൾ വേറെ ആരെങ്കിലും വെച്ച് അഭിനയിപ്പിക്കൂ. നിങ്ങളുടെ അഭിനയം ഒന്നെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ പൈസ ഉണ്ടെങ്കിലും നല്ല നല്ല ഒരുപാട് ചാൻസ് കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പുതുമുഖ നടന്മാരൊക്കെ ഉണ്ട്, അവരെയൊക്കെ വെച്ച് അഭിനയിപ്പിക്കുക. നല്ല എഴുത്തുകാരെ കൊണ്ട് നല്ല കഥകളൊക്കെ ചെയ്യിക്കുക. നിങ്ങൾക്കിത് അറിയാഞ്ഞിട്ടാണോ അതോ എന്താണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു റിവ്യൂവർ എന്ന നിലയിൽ ഞാൻ ഒരു അപേക്ഷയാണ്. ഉപദേശിക്കാൻ നമ്മളൊന്നും ആരും, നമ്മൾക്ക് വെറും സാധാരണ പുഴുക്കളായി നടക്കുന്ന സോഷ്യൽ മീഡിയക്കാരല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടുകൂടല്ലോ. ഹാഫ് ടൈമിൽ നമ്മുടെ മുമ്പിൽ വേറെ റിവ്യൂസ് വന്നു, ഞാൻ അവർക്ക് ആർക്കും കൊടുത്തിട്ടില്ല. കാരണം നമ്മൾ സിനിമ ഇൻഡസ്ട്രി റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. പോകെ അതിനെ കുറച്ച് അടുക്കും തോറും റെസ്പെക്ട് കൂടി വരുന്നൊരു മേഖലയാണ്. കാരണം ഒരുപാട് പേര് അത്യുധാനം അതിനകത്തുണ്ട്. പിന്നെ നിങ്ങളെ വെച്ചുകൊണ്ട് കുറെ പേർക്ക് നിങ്ങൾ കാശ് കൊടുക്കുകയാണ്, DAP അത് ഇത് ലൈറ്റ് മറ്റ് സാധനങ്ങൾ എല്ലാവർക്കും. പ്രൊഡ്യൂസർ നിങ്ങൾ തന്നെയാണല്ലോ. അതുകൊണ്ട് അവർക്ക് കുറെ പേർക്ക് കുറെ നാൾ ജോലി അല്ലെങ്കിൽ പൈസ കിട്ടിയിട്ടുണ്ടാവും ജോലി ചെയ്യുന്നതിന്റെ പേരിൽ എനിക്ക് തോന്നുന്നു. ബാക്കിയൊക്കെ എന്താ പറയുന്നത്, എഡിറ്റിംഗും സൗണ്ടും ഒക്കെ ഓക്കെ. പക്ഷെ പറയുന്ന പോലെ ഒന്നുമില്ല ആ സിനിമയ്ക്കകത്ത്. വെറുതെ ഇരുന്ന് AC കൊള്ളാനാണെങ്കിൽ ഈ ചൂട് കാലത്ത് നല്ല വല്ല തിയേറ്ററിലും ടിക്കറ്റ് ബുക്ക് ചെയ്ത് 2 മണിക്കൂർ ഇരുന്ന് ഉറങ്ങാം. അതല്ലാതെ ആ പടം കൊണ്ട് പ്രത്യേകിച്ച് എനിക്ക് ഒരു ഇതായിട്ടും തോന്നിയില്ല. പലവട്ടം ഞാൻ ഇറങ്ങി പോകാൻ വിചാരിച്ചാണ് ഫസ്റ്റ് ഹാഫിന് മുമ്പായിട്ട്. പിന്നെ ഞാൻ ഓർത്ത് എന്തായാലും ഇരിക്കാം, നമ്മുടെ തൊഴിൽ ഇതായി പോയല്ലോ. അതുകൊണ്ട്
യൂട്യൂബിന് നന്ദി, ഇങ്ങനെയൊക്കെ ഒരു പ്ലാറ്റ്ഫോമേ. നമ്മൾ ജനങ്ങളെ പറ്റിക്കുമ്പോൾ നമുക്ക് അതിന്റെ പ്രതിഷേധം നേരത്തെ ആരോട് പറയും, നമ്മുടെ അമ്മയോട് വെച്ചിട്ടുണ്ടെന്ന് പറയോ. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബ് തുറന്നു വെച്ചിട്ട് വർത്താനം അങ്ങ് പറയാം. അതുകൊണ്ട് ദയവ് ചെയ്ത് കാശുണ്ടെങ്കിൽ നല്ല പടമൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്ക്. നിങ്ങൾ അഭിനയമൊക്കെ ഒന്നങ്ങ് തൽക്കാലം ഒതുക്കി വെക്കുക. അത് കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾ അങ്ങനെ കാണാൻ പഠിക്കാൻ പറ്റുന്ന ഒരുപാട് മഹാനടന്മാർ നിങ്ങളുടെ മുമ്പിലുണ്ടല്ലോ. അതല്ലാതെ ഞാനാണെല്ലാം എന്ന് കരുതിയിട്ട് ഈ ജനങ്ങളെ വധിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതിന് നിർത്ത്. എന്ത് വാളിപ്പും ജനങ്ങൾ കാണുമല്ലോ, ഞങ്ങൾ പാവങ്ങളാണല്ലോ. ജനങ്ങൾ ഈസ് മങ്കീസ് എന്ന് വെച്ചാൽ പൊതുജനം കഴുതയാണെന്നാണല്ലോ, ആ ഭാവമാണല്ലോ. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതൊക്കെ ഇനി നിർത്തിയിട്ട് നല്ല പടങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മനസ്സ് കാണിക്കുക കാശുണ്ടെങ്കിൽ. ഓക്കെ, അതുകൊണ്ട് നന്ദി. ഇനി ഇങ്ങനെ വധവുമായിട്ട് വരരുത് പ്ലീസ്.